നമ്മളിപ്പോൾ മുംബൈയിലാണുള്ളത്. മുംബൈയിൽ എവിടെയാടാ? മുംബൈയിൽ ഏതോ ഒരു സ്ട്രീറ്റിലൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പ്ലോർ ചെയ്തോണ്ട്. അതെ, ഇവിടുത്തെ ഈ ഒരു അല്ലേ എല്ലാം കണ്ടില്ല നീ ഇവിടുത്തെ? ഇവിടുത്തെ നഴ്സറി അവിടെ കുട്ടികളൊക്കെ ചേർക്കാൻ വേണ്ടി ലൈന് നിന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഇരുത്തിയിട്ടാണ് ഇത് അഡ്മിഷനൊക്കെ കൊടുക്കുക. ഇവിടെ പുറത്ത് ലൈന് നിർത്തിയിട്ടാണ്. ഞങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊക്കെ സർവീസിന് കൊടുത്ത്. വണ്ടി സർവീസിന് കൊടുത്തു. അത് പെട്ടെന്ന് കിട്ടൂലേ? 2 മണിക്കൂർ പറഞ്ഞു. നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അവർ നമുക്ക് നല്ല പ്രയോറിറ്റി ഉള്ളതാണ്. കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം എന്താ പറ്റുന്നതെന്നുള്ളത്. ഇവിടെ കാറിൻ്റെ സർവീസ് സ്റ്റേഷൻ. എല്ലായിടത്തും ചായ ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ മുംബൈയിലാണുള്ളത്. മുംബൈയിൽ ഞങ്ങളുടെ വണ്ടികളൊക്കെ ചെറുതായിട്ടൊന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. രാവിലെ തന്നെ കെബീറിൻ്റെ ഓയിൽ ടോപ്പ് ചെയ്യാനുണ്ട്. ആസിഫിൻ്റെ പിന്നെ ഇക്രുവിൻ്റെ വണ്ടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ വണ്ടികൾ നമ്മൾ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവരുടെ വണ്ടികളാണിത്. എന്താ ഇപ്പം കിട്ടോ? ഇപ്പം തന്നെ ഇതാണ് ഇവിടെ മുംബൈയിലുള്ള സെൽഫ എന്ന മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിലോട്ട് ഇവരെങ്ങോട്ട് പോകുന്ന ഫാഷൻ സ്ട്രീറ്റിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. നല്ല ചൂടാണ്. മഴയൊന്നുമില്ല. മഴയൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നുള്ളത്. അതിന് കുറച്ച് തണുപ്പിട്ടിടുന്നുണ്ടെങ്കിൽ കാശ്മീരിലേക്കൊക്കെ കിട്ടണം. നമ്മളിപ്പോൾ ഇവിടെ മെട്രോ സ്റ്റേഷനിലുള്ള മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള റൂട്ട് മാപ്പാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഇക്രു എന്തായാലും മനസ്സിലാവുന്നുണ്ടടാ. ഗായ്സ്, മെട്രോ വന്നിട്ട് ഫുൾ ആളാണ്. നമ്മൾ കൊച്ചിയിൽ കണ്ട മെട്രോ നല്ല ഇത്. അങ്ങനെ അവർ 2 പേര് കയറി. അപ്പോഴേക്കും ഇവന് ഞങ്ങളെ തടഞ്ഞിട്ട് 2 പേരെ കയറ്റി വിട്ടു. ഞാനും ഇക്രു ഇവിടെ പോസ്റ്റാണ്. ഫുൾ ആളാണ്. മെട്രോയിൽ ഫുൾ ആളാണ്. കാല് വെക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ അടുത്ത മെട്രോയ്ക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഗഡ്കോപ്പായ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടുന്ന് ഞങ്ങൾ വേറെ മെട്രോ കയറിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ കൊലക്പൂർ എന്ന് പറഞ്ഞിട്ട് എന്താ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ തന്നെ കുറേ സ്റ്റാളുണ്ട്. കുറേ ഡ്രസ്സ്, ഫാൻസി, പിന്നെ മറ്റുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ ചെരുപ്പ് ഒക്കെ ഈ സ്റ്റാള് ഇട്ടിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന കുറേ ഷോപ്പുണ്ട് ഇവിടെ. ഇവിടുത്തെ ഇനെന്താ പറയുക? മൊമോ എന്നല്ലേ? ഇനെന്താ പറയുക? ഈ ട്രെയിൻ എന്താ പറയുക? മൊമോന്നാ? മെമോന്നാ? ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണിത്. നല്ല തിരക്കാണ് എൻ്റെ മോനെ. നോക്കിയേ, ചാടും നോക്കി എല്ലാവരും. അടുത്തത് ട്രെയിൻ കയറാനുള്ള ടാസ്ക്കാണ് ഗൈസ്. ഫോണെല്ലാം നോക്കിക്കോട്ടോ, നല്ല റഷാണ്. ഒന്ന് പിടിച്ച് കയറി. ഞങ്ങളിപ്പോൾ ഗുഡ്കാറിന് ഗുഡ്കാർ എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 സ്റ്റേഷൻ കഴിഞ്ഞാണ് ഗുഡ്കാർ വരുന്നത്. നമ്മളുള്ള സ്ഥലത്ത് അവിടുന്ന് നേരെ മെട്രോ കയറി അവിടുന്ന് ഇറങ്ങിയിട്ട് റെയിൽവേയിലേക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ
CST എന്നുള്ള സ്ഥലത്തേക്കാണ്. CSMT എന്ന സ്റ്റേഷനിലാണ് ഇപ്പം നമ്മളുള്ളത്. നമ്മൾ എങ്ങോട്ടാണ് കൈപ്പേറ പോകുന്നത്? ഗേറ്റ് ഓഫ് ഇന്ത്യക്ക് നമ്മളിനി പോകുന്നത് ഗേറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് താജ്. താജിലൊരു സ്റ്റേ ഇട്ടാലും നമുക്ക്. പിന്നെ പോകുന്നത് ഇത് ഇന്നത്തെ സ്റ്റേ താജിലാണ് ഗൈസ്. പിന്നെ ഫാഷൻ സ്ട്രീറ്റ് അടിപൊളി സ്ഥലമുണ്ട്, അവിടെയും കാണാം. ഇന്ന് സ്റ്റേ താജിലാണ്. ഇവിടുന്ന് ഇക്രൂന്റെ കിഡ്നി ഞങ്ങൾ സെയിൽ ചെയ്യാനുള്ള ചെറിയ പ്ലാൻ ഉണ്ട്. എന്നിട്ട് അത് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ താജിലേക്ക് വിടും. ഒന്നേ കൊടുക്കുന്നുള്ളൂ കേട്ടോ കിഡ്നി, ഒന്നേ കൊടുക്കുന്നുള്ളൂ. അത് എടുക്കുമെന്ന് അറിയില്ല. ഇക്രൂന്റെ ആയതുകൊണ്ട് എടുക്കുമെന്ന് അറിയില്ല. ഞങ്ങൾ സ്റ്റേഷനിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് താജ് ഹോട്ടൽ കാണണം, പിന്നെ നമുക്ക് എന്താ ഗേറ്റ് ഓഫ് ഇന്ത്യ കാണണം. അങ്ങനെ മുംബൈൻ്റെ മെയിൻ ഐക്കൺസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ടാസ്ക്കാണ്, നല്ല ചൂടുണ്ട് ഇവിടെ. മഴ ഒന്നും കണ്ടിട്ടേ ഇല്ല ഈ നാട്. വരുമ്പോഴേക്ക് കുറച്ച് മഴയൊക്കെ കിട്ടി. ഇനി മഴ അടുത്തൊന്നും ഉണ്ടാകും തോന്നുന്നില്ല. അങ്ങനെ ഇവിടെ മൂപ്പരുള്ളതുകൊണ്ട് നമുക്കൊരു തലച്ചൂടില്ല. എവിടെ പോകണം, എവിടെ ഇറങ്ങണം, മൊത്തം മൊബൈൽ നോക്കിയിട്ട് മൂപ്പരാണ് നമുക്ക് സെറ്റാക്കി തരുന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ക്യാമറ എടുത്ത് കൂടെ പോയാൽ മാത്രം മതി. ഇതാണ് മുംബൈയിലെ മെയിൻ സ്റ്റേഷന്, ഛത്രപതി ശിവാജി സ്റ്റേഷൻ. ഇതാണ് എന്താ പറയുക, വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ. അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിലൂടെ പാസ്സായിട്ടുണ്ട്, പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ റെയിൽവേന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എന്താ പറയുക, ഈ ഒരു ബിൽഡിങ്ങൊക്കെ വേറെ തന്നെ ഒരു വൈബാണ് അല്ലേ? നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത പോലത്തെ ഇതിൻ്റെ ഡിസൈനും. അതെന്താടാ, പുലിയല്ലടാ? പുലിയാനായാന്നൊന്നും അറിയുന്നില്ല, കുറേ കാലമായില്ലേ. അതേസമയം റൈറ്റ് സൈഡ് വേറെ എന്തോ ഒരു ബിൽഡിങ്ങും കൂടിയുണ്ട്. ഞങ്ങളിങ്ങനെ ഇന്ന് ഒരു റെസ്റ്റിന് വേണ്ടി ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തതാണ്. മാത്രമല്ല റെസ്റ്റും വേണം, അതുപോലെ തന്നെ എക്സ്പ്ലോറും വേണം. അടുത്തുള്ള താജ് ഹോട്ടലും പിന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യയും കണ്ടിട്ട് ഇന്ന് ഞങ്ങൾ വണ്ടി എടുക്കാൻ നേരെ സർവീസ് സ്റ്റേഷനിലേക്ക് പോകും. അങ്ങനെ സർവീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ നാളെ രാവിലെ സൂറത്തിലേക്ക് വിടാനാണ് പ്ലാൻ എങ്ങനെയാണല്ലേ? ഇതുവരെ പ്ലാൻ പോലെ തന്നെയല്ല കാര്യങ്ങളൊക്കെ പോയത്. ഇനി കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഇതാ റൈറ്റിലൊരു ബിൽഡിങ് കാണുന്നുണ്ട്. ഇതെന്ത് സംഭവം എന്താണെന്നറിയില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ സ്റ്റേഷൻ്റെ എൻട്രൻസിലാണെന്നുള്ളത്. നമുക്ക് കുറച്ച് ലിക്വിഡ് മണി എടുക്കണം. അതായത് കയ്യിൽ ക്യാഷില്ല, മൊത്തം അക്കൗണ്ടിലാണ്. ഇതിനകത്തുണ്ടോ എന്നറിയാൻ വേണ്ടി പോയതാണ്. ഈ ഒരു ഇത് നോക്കിയേ എൻ്റെ മോനെ, ഇത് നോക്കടാ, ഇതിൻ്റെ ഡിസൈനൊക്കെ. ഇത് പൊളിച്ചിട്ടോ, അത് പൊളിച്ചു. അറിയില്ല അത് സ്കൂളോ കോളേജോ ആണോന്ന് അറിയില്ല. ഏതായാലും ഇതിൻ്റെ ഈ ഒരു സെറ്റപ്പ് പൊളിയാണ് കേട്ടോ. പഴയ ബിൽഡിങ്ങാണ്. ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ കണ്ടോ, കുറേ ബ്രിട്ടീഷുകാരെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പോകാണ്ട്, അപ്പോൾ ATMലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. ഇതാണ് മഴക്കാലത്ത് ലഡാക്ക് അടിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണല്ലേ. ഈ ചൂട് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ രാജസ്ഥാനിലെ ചൂടൊക്കെ എങ്ങനെ ഉണ്ടാവും അല്ല ആസിഫേ? യെസ്, ദാറ്റ്സ് ഇവിടെ ഒരു ATM ഉണ്ടെന്ന് അവിടെ ഉള്ളൊരു ടാക്സി ഡ്രൈവർ പറഞ്ഞു തന്നിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കണ്ണാടി വാങ്ങിയിട്ടുള്ള ബ്ലോഗാണ്. നമുക്ക് അളന്നീര് ഇവിടെ എത്ര 70 രൂപയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 35 രൂപേൻ്റെ സാധനം ഇവിടെ ഇരട്ടി വിലയാണ്. 70. എന്നാൽ ഒന്നെടുക്കുക ഏതായാലും എനിക്കൊന്ന് വേണം.
നല്ല എടുത്തു നോക്കിയറ അല്ല തേങ്ങ सोडा खाने के लिए पानी चाहिए ऐसा वाला നമ്മൾ 70 രൂപയുടെ ഇളനീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ചെറിയ വയറിളക്കം ഉണ്ടായിരുന്നു ഇതുവരെ. അതൊന്ന് റെഡി ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഇളനീര് എല്ലാവരും കുടിക്കുന്നുണ്ട്, വയറൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഫാഷൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഇതാണ് ഫാഷൻ സ്ട്രീറ്റ്. ഒരു വലിയ മാർക്കറ്റാണ്. റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റോൾ ഇട്ടിട്ട് ഇവർ വിൽക്കുകയാണ്. എന്താ ഇവിടെ ഫുള്ള് ഷൂസാണ്. ഷൂസ് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. റേറ്റ് ഞങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടില്ല എത്രയാണെന്നുള്ളത്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അപ്പോൾ നോക്കട്ടെ. നമ്മളിവിടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി. നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വരാം. നിങ്ങൾക്ക് ഏറ്റവും ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷേ നല്ല ലാംഗ്വേജ് അറിയണം. നമ്മളതിന് ഇക്രു ഉള്ളതുകൊണ്ട് ചങ്ങായി മൊത്തം നല്ല റേറ്റ് പറഞ്ഞ സാധനങ്ങളൊക്കെ ചെറിയ റേറ്റിൽ വാങ്ങി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 1000 റുപ്യക്ക് പറഞ്ഞ സാധനം ഞങ്ങൾ 300 റുപ്യക്ക് വാങ്ങി. പക്ഷെ ബാർഗൻ ചെയ്യാനും അതിനറിയണം. ഇഷ്ടം പോലെ ഇവിടെ ഷോപ്പുണ്ട്, ഷൂ ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ. ഓക്കെ, മിലിറ്ററി പാൻറ് ജാഫറ മിലിറ്ററി പാൻറ് ഇട്ടിട്ട് എന്ത് തോന്നുന്നു? മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലേ നോക്കണ്ട, എടുത്തോ. അങ്ങനെ പർച്ചേസൊക്കെ ഞങ്ങളത് കഴിഞ്ഞു. ഇക്രു ബാർഗൈൻ ചെയ്തിട്ട് ക്ഷീണിച്ചാ? ഇല്ലപ്പാ, ആരിപ്പന്റെ പാടോ ബാർഗൈൻ ആക്കണമെങ്കിൽ. അങ്ങനെ ഞങ്ങള് 300 റുപ്യ പറഞ്ഞു, 250 റുപ്യ പറഞ്ഞു, 200 റുപ്യക്ക് ലാസ്റ്റ് പിടിച്ചു. 50 റുപ്യ 4 ഉള്ളൂ. അതന്നെ കാറുണ്ട് അല്ലേ? കാറിലാണ് പോകുന്നത്. നാം ക്യാ ഭായി? मेरा नाम संजय सिंह। ओके, अच्छा है। खाना खाया? खाना पीना खाया। खाना पीना खाया। किधर से आप लोग? केरला से। हाँ, मैं भी बेंगलोर जाके आया, उधर अच्छा नहीं लगा। बेंगलोर में बेंगलोर में इलेक्ट्रॉनिक सिटी, इलेक्ट्रिसिटी। अच्छा, विजयनगर उधर अच्छा लगा नहीं। आ गया, परेशान हो हिंदी गया। അറിയാത്തല്ലേ ഞാൻ ഊപ്പര് പറഞ്ഞതൊക്കെ തല തെറ്റി हिंदी कोई കൊടുക്കുന്നുണ്ട്. बोलता ही नहीं है। हिंदी नहीं मालूम? अरे मालूम, वो सब मालूम। मालूम है, सब मालूम। जब आता है तो भी नहीं बोलते। वो आदमी को मालूम नहीं है, ब्लॉगर को मालूम नहीं हिंदी, ओनली मलयालम। ബ്ലോഗറിന് ഹിന്ദി അറിയത്തില്ല. എന്റെ പരിഹസിക്കാണ്. സീറ്റ് ബാക്ക് നല്ല रात കഥ को मजा आया പറഞ്ഞു. आज। अब मैं इसको क्या पूछूं, कोई हिंदी बोलता ही नहीं। हिंदी बोलता नहीं। मैं 1 घंटा परेशान, मेरे को इतना गाली अपने आप में आ रहा था, किधर आके मैं फंस गया। काम नहीं चाहिए। अरे और क्या काम है? नहीं चाहिए। मैं चूतिए के जैसा खड़ा, नो हिंदी, इंग्लिश अपने को आता नहीं, तमिल समझ। ഏകദേശം ഗേറ്റ് ഓഫ് ഇന്ത്യൻ്റെ അടുത്ത് എത്താറായി. നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ. അത് പിന്നെ പറയണ്ടല്ലോ, മുംബൈയിലെ ട്രാഫിക്കിന് പറ്റിയൊന്നും. എനിക്ക് ഇതൊക്കെ പുതിയ അനുഭവങ്ങളാണ്. അതായത് മുംബൈയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണുന്ന പലരും മുംബൈ കാണാത്ത ആൾക്കാരാണ്. കണ്ട ആൾക്കാരുണ്ടാകും, പക്ഷെ കാണാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആകാശം മുട്ടി നിൽക്കുന്ന ഈ അമ്പരചുംബിയായ കെട്ടിടത്തിൻ്റെ പേരാണ് താജ് ഹോട്ടൽ. ഇതാണ് താജ് ഹോട്ടൽ. ഇതിൻ്റെ മുമ്പാകെ നമുക്ക് പോയി കാണാം. നമുക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുമ്പിലേക്ക് എത്തി. ആ കാണുന്നത് തന്നെയാണ് ഗേറ്റ് ഓഫ് ഇന്ത്യ. നമുക്ക് അടുത്ത് പോയി കാണാം. കാരണം ടാക്സി എല്ലാം കൊടുത്തില്ലേ? അങ്ങനെ നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ മുമ്പിലേക്ക് എത്തി. ആ വ്യൂ ഒന്ന് നോക്കിയേ, സെറ്റല്ലേ? ഇതാ ദ താജ് മഹൽ പാലസ് മുംബൈ.
താജിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. താജിൻ്റെ എൻട്രൻസ് ആണ്. ഗേറ്റ് ഓഫ് ഇന്ത്യൻ്റെ മുമ്പിൽ നമുക്കൊരു ഫോട്ടോ എടുക്കണ്ട ഐക്രോ? എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാ ഇതാണ് താജ് ഹോട്ടൽ. എൻട്രൻസ് അതല്ലേ? ഇതാ താജ് ഹോട്ടൽ. മോനെ എന്താണിത്? ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് ഇവിടെ എല്ലാം ഒന്ന് സ്റ്റേ ചെയ്യണം. എന്താ സംഭവം എന്നുള്ളതൊക്കെ അറിയണം. താജ് ഹോട്ടലാണ്, താജ് ഹോട്ടൽ. പക്ഷേ ഈ ബിൽഡിങ്ങിന് പറ്റിയ ഒരു കടലല്ല മുമ്പിലുള്ളത് കേട്ടോ. ആകെ കച്ചറയാണ്. മൊത്തം ഇവിടെ കച്ചറ നിറഞ്ഞ് മറയാണ്. അതേപോലെ ഗേറ്റ് ഓഫ് ഇന്ത്യൻ്റെയും ഇതിലായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. വണ്ടി റെഡി ആ ഓക്കെ. ആ സൗണ്ട് പോരാ. ആ